ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി നിങ്ങൾക്ക് എപ്രകാരമാണ് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ പേർ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അതിനാൽ തന്നെ അതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഏതൊരു ചാനലിൻ്റെ ഗ്രോത്തിനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം ഇത് പലർക്കും അറിയാമെങ്കിലും ഇത് കറക്റ്റായി അവർ യൂസ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ചാനൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ഓഡിയൻസുമായുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ എല്ലാം. അതുപോലെ നമ്മുടെ ചാനലിൽ നിന്നും നമ്മുടെ ഓഡിയൻസ് എപ്രകാരമുള്ള വീഡിയോസ് എല്ലാമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നതെല്ലാം ഇത്തരത്തിൽ ഓഡിയൻസുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വരുന്ന കമൻസ് എല്ലാം നിങ്ങൾ കറക്റ്റായി ആൻസർ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസുമായി ഇൻട്രാക്ട് ചെയ്യുക എന്നത്. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഓരോ ഓപ്ഷൻ എല്ലാമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം, ഒരു ക്യൂസ് എല്ലാമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആൻസർ 1 ആൻസർ 2 എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ ക്യൂസ് എന്നത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഇത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ സെലക്ട് ദി കറക്റ്റ് പിൻ വെരിഫിക്കേഷൻ ത്രഷോൾഡ് ഫ്രം ബിലോ ഓപ്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആൻസർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനിപ്പോൾ 20 എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, അതായത് $20 എന്ന് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് $10 എന്നാണ്. അപ്പോൾ ഇപ്രകാരം $10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതായി ഒരു ഓപ്ഷൻ ഇത് $100 എന്ന് ഇവിടെ കൊടുക്കുകയാണ്. ഇപ്രകാരം നമ്മൾ ഈ ഒരു 3 ഓപ്ഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഏതാണ് ശരി എന്നത്. അതിനാൽ തന്നെ ആ ശരിയായിട്ടുള്ള ആൻസറിൽ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അതായത് ഈ സർക്കിൾ ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് എന്ന ഈ ഒരു മാർക്ക് കാണിക്കും. അതിനുശേഷം നമുക്കിത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര പേർ ഇത് കറക്റ്റായി ശരിയാക്കുന്നുണ്ട് എന്നെല്ലാം അവർക്ക് തന്നെ മനസ്സിലാകാനെല്ലാം സാധിക്കും. ഇപ്പോൾ അവർ 20 എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇത് റോങ് ആൻസർ ആണ് എന്ന് കാണിക്കും. എന്നാൽ 10 എന്ന് അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആൻസർ ആണ് എന്ന് കാണിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പോസ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് സ്കെഡ്യൂൾ ചെയ്യണമെങ്കിൽ, അതായത് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൈം എല്ലാം ചെയ്ത് ഇത് സ്കെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പോസ്റ്റ് ഇത് ഒരു 3:30 കാണുന്ന തരത്തിലേക്ക് വെക്കുകയാണ്. അതിനായി ഞാൻ ഇവിടെ 3:30 PM എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതായത് 3:30 ഇത് വച്ചിരിക്കുന്നത്. അതിനുശേഷം സ്കെഡ്യൂൾ എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പോസ്റ്റ് ഇത് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. യുവർ പോസ്റ്റ് ഹാസ് ബീൻ സ്കെഡ്യൂൾഡ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ വ്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്രകാരം കൊടുത്തിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് 3:30 ആകുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റിൽ തന്നെ ഈ ഒരു പോസ്റ്റ് പബ്ലിഷ് ആകും. അപ്പോൾ ഇപ്രകാരം നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഫീച്ചർ എല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് തുടങ്ങുക. തീർച്ചയായും നിങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ ഒരുപാട് വ്യൂസ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുന്നത് കാണാം.
വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന്, അതായത് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ, അതുപോലെ നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്